എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ശ്രീരാമ ഡിവോഷണൽ സോങ് പഠിക്കാം. രാമായണ മാസം അവസാനിക്കാറായി എങ്കിലും ഇത് എല്ലാ കാലത്തും പാടാൻ പറ്റിയ ഒരു ഗാനമാണ്. ഇതൊരു സിനിമാ ഗാനമാണ്. 1977 പുറത്തിറങ്ങിയ ഓർമ്മകൾ മരിക്കുമോ എന്ന സിനിമയിൽ ശ്രീ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി ശ്രീ MS വിശ്വനാഥൻ ഈണം പകർന്ന് ശ്രീമതി വാണി ജയറാം പാടിയ തൃപ്രയാറപ്പ ശ്രീരാമ എന്ന ഗാനം. ഇത് ശങ്കരാഭരണ രാഗത്തിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ശങ്കരാഭരണം 29ാമത്തെ മേളകർത്ത രാഗമാണ്. നമുക്കതിൻ്റെ ആരോഹണം അവരോഹണം ഒന്ന് പാടി നോക്കാം. സരി ഗമ പധനി സ സാനി ധ പ മ ഗ രെ സ. പല്ലവി നോക്കാം. തൃപ്രയാറപ്പ ശ്രീരാമ ഗഗ തൃപ്ര ഗഗ ഗപമ തൃപ്രയാറപ്പ പപദനി സസനി റപ്പ ശ്രീരാമ പപദ മഗ ഭവൽ തൃപാദ ഗഗ ഗരി 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 പദ്മത്തിലൻ പദ്മ ഗമ മഗരീസ പദ്മത്തി മഗരീസ ലൻ ലൻ പ്രണാമം സാസനി സാസ തൃപ്രയാറപ്പ ശ്രീരാമ ഭവൽ തൃപാദ പദ്മത്തിലൻ പ്രണാമം. അത് 2 times പാടുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രീമംഗളങ്ങളാൽ ധനിധവപദനീസ ദ്വാരകാപതി പണ്ട് സാരി സനിധ സസ സാസ പൂജിച്ച വിഗ്രഹത്തിലൻ പ്രണാമം നീരി നീരി ഗഗരി നിസ നിസ പൂജിച്ച വിഗ്രഹത്തിലൻ പ്രണാമം സസനി സാസ. അതിന്റെ സെക്കൻഡ് ടൈം വരുമ്പോഴത്തേക്ക് ശ്രീമംഗളങ്ങളാൽ ബാക്കി അതേപോലെ തന്നെ വരും. ദ്വാരകാപതി പണ്ട് പൂജിച്ച വിഗ്രഹത്തിലൻ പ്രണാമം. അടുത്ത അവസാനം വരുന്നത് പല്ലവിയുടെ അവസാനം വരുന്നത് പൂജിച്ച വിഗ്രഹത്തിലൻ പ്രണാമം പൂജിച്ച പഗരി സസ ദസനി പാപ പൂജിച്ച വിഗ്രഹത്തിലൻ പാപ പ്രണാമം പവദനി സനിധ മഗരി സ പൂജിച്ച വിഗ്രഹത്തിലൻ പ്രണാമം തൃപ്രയാറപ്പ ശ്രീരാമ ഭവൽ തൃപാദ പദ്മത്തിലൻ പ്രണാമം. ഇതാണ് പല്ലവി വരുന്നത്. നമുക്ക് അനുപല്ലവി എന്ന് നോക്കാം. ശ്രീ ശ്രീ ഭൂമി ദേവിമാർ ഇടം വലം. അത് താളം പറയാൻ വിട്ടുപോയി. ആദ്യ താളത്തിലാണ്, സമത്തിൽ തുടങ്ങും. തൃപ്രയാറപ്പ ശ്രീരാമ ഭവൽ തൃപാദ പദ്മത്തിലൻ പ്രണാമം. ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ്, സമത്തിൽ വരും. അടുത്തത് ശ്രീഭൂമി ദേവിമാർ ഇടം വലം നിന്നു നിത്യം ശ്രീഭൂ പാപ പാപ പദ പദ ഇടം വലം നിന്നു പദ പദ മാഗ ഗഗപമ നിത്യം ഗഗപമ ശ്രീഭൂമി ദേവിമാർ ഇടം വലം നിന്നു നിത്യം ശ്രീഭൂമി ദേവിമാർ ഇടം വലം നിന്നു നിത്യം ശ്രീപാദം കുമ്പിടും തിരുദർശനം ശ്രീപാദം
ഗമദദ കുംഭിടും നിനിരേ സാസനി തിരുദർശനം ദപദപ പാപമ. അപ്പൊ ഒന്ന് വളഞ്ഞ് താഴേക്ക് വരും. തിരുദർശനം ശ്രീഭൂമി ദേവിമാർ. രണ്ടാമത് വരുമ്പം ചെറിയ വ്യത്യാസം. ആദ്യത്തേത് ശ്രീഭൂമി ദേവിമാർ എന്ന് വരും. അടുത്തത് ശ്രീഭൂമി ദേവിമാർ ഗമ പാപ പാപ പ ഇടം വലം നിന്നു നിത്യം നിസദനി പദപ ഇടം വലം നിന്നു നിത്യം ഗഗപമ. ശ്രീപാദം അത് അതേപോലെ തന്നെ വരും. എൻഡിൽ ചെറിയ വ്യത്യാസം വരും. ശ്രീപാദം കുംഭിടും തിരുദർശനം തിരുദർശനപദപ സനിദപ തിരുദർശനം സനിദപ. ശ്രീഭൂമി ദേവിമാർ ഇടം വലം നിന്നു നിത്യം ശ്രീപാദം കുംഭിടും തിരുദർശനം. അടുത്തത് ജന്മജന്മാന്തര പുണ്യോദയം എന്നും സസരി പുണ്യോദയം എന്നും പുണ്യോ സസരി പുണ്യോദയം എന്നും എൻ മനോ ദുഃഖത്തിൽ സാസനി സരി എൻ മനോ ദുഃഖത്തിൽ സാസാസ നീയാശ നീയാശ്രയം സാസനി നീയാ സാസനി സാസസ നീയാശ്രയം ജന്മജന്മാന്തര പുണ്യോദയം എന്നും എൻ മനോ ദുഃഖത്തിൽ നീയാശ്രയം. അതിൻ്റെ രണ്ടാമത് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നു. ജന്മജന്മാന്തര പുണ്യോദയം എന്നും അതാണ് സ്വരം വരുന്നത്. ജന്മജന്മാന്തര പുണ്യോദയം എന്നും എൻ മനോ ദുഃഖത്തിൽ നീയാശ്രയം. അത് അതേപോലെ വരും. എൻഡിൽ വരുന്നത് എൻ മനോ എൻ മനോ ദുഃഖത്തിൽ എൻ മനോ ദുഃഖത്തിൽ നീയാശ്രയം എൻ മനോ ദുഃഖത്തിൽ പാദരസാസനി എൻ മനോ ദുഃഖത്തിൽ നീ ദാസനി പാപ നീയാശ്രയം പാമവദനി സരി സനി ദപമഗരിസ നീയാശ്രയം എൻ മനോ ദുഃഖത്തിൽ നീയാശ്രയം. തൃപ്രയാരപ്പ ശ്രീരാമ. പല്ലവിയിലേക്ക് പോകും. നമുക്കിനി ചരണം നോക്കാം. ആദിദേവ ആദിശേഷ പ്രഭ ജ്യോതിർമണ്ഡലം അതിൽ അഗാമ പാപ പാദ പാദ മഗ ഗ ജ്യോതിർമണ്ഡലം മഗ ഗ അതിൽ നവരത്ന ഗമഗ നവരത്ന പനിത നവരത്ന ഖചിതമാ സദസരി ഖചിതമാ സദസരി സനിത മണിമകുടം ദപ പപ സനിത ആദിശേഷ പ്രഭ ജ്യോതിർമണ്ഡലം അതിൽ നവരത്ന ഖചിതമാ മണിമകുടം. രണ്ടാമത് വരുന്നതിന് ചെറിയ വ്യത്യാസം. ആദിശേഷ പ്രഭ ചെറിയൊരു കർവ് വരുന്നു അവിടെ.
ആദിശേഷ പ്രഭാ പാപമ ജ്യോതിർമണ്ഡലം അതിൽ നവരത്ന ഖചിതമാ മണിമകുടം. ക്ലീനായിട്ട് പഞ്ചമത്തിൽ നിൽക്കുന്നു. മറ്റേത് ആദ്യത്തേത് മണിമകുടം ആയിരുന്നു. രണ്ടാമത് വരുന്നത് മണിമകുടം. അടുത്തത് സരസിജലോചനം മീനകുണ്ടലം ദിവ്യ സരസിജലോചനം സസനി രീ 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 ഗരി ഗരി സാസ മീനകുണ്ടലം ദിവ്യ സാസ മീന രീ 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 ഗരി ഗരി സാസ കുണ്ടലം ദിവ്യ ചതുർഭുജ ശംഖുചക്ര ഗദാക്ഷമാല ചതുർഭുജ സസരിസ ശംഖുചക്ര സാസ സസ സസനി സാസ ഗദാക്ഷ സാസ സാസ സനി സാസ സ ഗദാ സാസ സനി സാസ സ ക്ഷമാല സരസിജലോചനം മീനകുണ്ടലം ദിവ്യ ചതുർഭുജ ശംഖചക്ര ഗദാക്ഷമാല. അത് 2 ടൈംസും ഒരേപോലെ തന്നെയാണ് വരുന്നത്. അടുത്ത എൻഡിൽ വരുന്നത് ചതുർഭുജം റിപ്പീറ്റ് ചെയ്യുന്നത്. ചതുർഭുജ ശംഖചക്ര ഗദാക്ഷമാല അനുപല്ലവിയുടെ എൻഡിൽ വന്ന പോലെ തന്നെ. ചതുർഭുജ പഗരി സസ ദസനി പപ ചതുർഭുജ ശംഖചക്ര ഗദാക്ഷമാല പമ ഗരി സരി സരി സ മഗരി സ ഗദാക്ഷമാല ചതുർഭുജ ശംഖചക്ര ഗദാക്ഷമാല തൃപ്രയാരപ്പ ശ്രീരാമ ഭവതൃപാദ പദ്മത്തിലൻ പ്രണാമം. ഇതാണ് ഈ ഗാനത്തിൻ്റെ നൊട്ടേഷൻ വരുന്നത്. ഇപ്പം നൊട്ടേഷൻ പറയുമ്പോൾ കുറച്ച് ഫ്ലോ കുറവായിരിക്കും. നമ്മൾ പാടിപ്പാടി അതിൻ്റെ ഫ്ലോ വരുത്തുക. പാട്ടിൻ്റെ ഒറിജിനൽ ഫ്ലോയിലേക്ക് പ്രാക്ടീസ് ചെയ്ത് ഫ്ലോ വരുത്താൻ ശ്രമിക്കുക. ഇത്രയുമാണ് ഇതിൻ്റെ നൊട്ടേഷൻ വരുന്നത്. നാം അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റൊരു ഗാനത്തിൻ്റെ നൊട്ടേഷനുമായിട്ട് കാണാം. താങ്ക് യു.